दुआ भी लगे ना मुझे, तवा भी लगे ना मुझे, जब से दिल को मेरे तू लगा है. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു സ്ട്രോബെറി തീം വരണ ഒരു വ്ളോഗാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യണതാണ്. അപ്പോൾ രാവിലെ തന്നെ സ്ട്രോബെറി ഓട്സ് കഴിക്കുന്നുണ്ട്. എല്ലാം സ്ട്രോബെറിയുടെ ഫ്ലേവറിൽ തന്നെ ഉണ്ടാക്കുന്നത്. കുറച്ച് സ്ട്രോബെറി സിറപ്പൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നേരെ ഞാൻ ഒരു ജേർണലിങ് ചെയ്യാമെന്ന് ഓർത്തു. സ്ട്രോബെറി തീമിൽ തന്നെ ഒരു തീമിൽ തന്നെ ഒരു ജേർണലിംഗ് ആണ് ചെയ്യണത്. ഞാൻ തലേന്ന് പോയി എല്ലാം പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻറ്റും അതിന് വേണ്ട കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് നോക്കുവാണ്. ഭയങ്കര കൺഫ്യൂഷനാണ്, ഇതിവിടെ വെക്കണോ അവിടെ വെക്കണോ. ഒത്തിരി ടൈം അതിനു വേണ്ടി തന്നെ ടൈം പോയി. നമ്മൾ ഈ ജേർണലിങ് ചെയ്യാൻ നേരത്ത് നമുക്ക് കൺഫ്യൂഷനാണ്, ഓരോ പീസ് എവിടെയൊക്കെ വെക്കണം. അങ്ങനെ ഓരോന്നും കട്ട് ചെയ്ത് നമ്മൾ വെക്കേണ്ടത്. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു തീമിൽ ഞാൻ ആദ്യമായിട്ടാണ് ജേർണലിങ് ചെയ്യണത്. സ്ട്രോബെറി വെച്ച് നമ്മൾ ചിലതൊക്കെ ചെയ്യും, പക്ഷെ അങ്ങനെ കംപ്ലീറ്റ് ഒരു തീമായിട്ട് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മളത് കംപ്ലീറ്റ് ആക്കണം.
നമ്മുടെ സ്ട്രോബെറി തീമിലുള്ള ജേർണൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം എനിക്ക് മാച്ചായിട്ട് തോന്നി. ഒരുപാടില്ല, എന്നാൽ അത്യാവശ്യം നമുക്ക് കൊണ്ട് താനും. അതിനുശേഷം നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വെക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. എല്ലാം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, തിരിച്ച് വെക്കാനാണ് മടി. പിന്നെ വ്ളോഗ് എടുക്കണോണ്ട് നമ്മളെല്ലാം എന്തായാലും ക്ലീൻ ചെയ്യണമല്ലോ. അങ്ങനെയെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം പേപ്പറും കാര്യങ്ങളും സ്റ്റിക്കേഴ്സ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ ബോക്സിലേക്ക് ആക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് നമ്മൾ സ്റ്റാമ്പ് ഓരോ ലെറ്റേഴ്സ് നമ്മളൊരു ബോക്സിലാക്കി. ഇതൊരു നേരത്തെ വേറെ കവറിലായിരുന്നു. ഇപ്പോൾ എനിക്കിതിന് മാച്ചായിട്ടുള്ളൊരു ബോക്സ് കിട്ടിയപ്പോൾ അതിലേക്കാക്കി അതും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കണ ഈ നേരമായിട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു മാഗി ഉണ്ടാക്കുന്നുണ്ട്. ഇതെനിക്ക് വേണ്ടിയല്ല കേട്ടോ. അൽഷിഫ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളും ഉണ്ടായി. അപ്പോൾ വീട്ടിൽ ചോറില്ല. ഇപ്പോൾ ചോറ് അപ്പൊക്കെ തിന്നാൻ പറ്റില്ലാണ്ട് നമ്മൾ ചോറ് ഉണ്ടാക്കാറില്ല. പിന്നെ എനിക്ക് വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഞാനും അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പുട്ടും ബീഫും. ഞാൻ പുട്ടാണ് കഴിക്കണത്. അൽഷിഫ മാഗിയാണ് കഴിക്കണത്. ഗൈസ്, അപ്പോൾ അത് നമ്മൾ അതിന് ശേഷം നമ്മൾ വെള്ളത്തിട്ടേക്കണ സ്ട്രോബെറീസ് എല്ലാം എടുത്ത് മാറ്റി അതിൻ്റെ ലീവ്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി ഇത് ഓരോരോ കട്ട് ചെയ്ത് ഓരോ പീസാക്കണം. ഞാനിത് കുറേ നാളായി ഇത് ട്രൈ ചെയ്യണമെന്ന് ഓർക്കുന്നു, ഈ സ്ട്രോബെറിയും ചോക്ലേറ്റും മിക്സ് ചെയ്തത്. പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ നമുക്ക് കണ്ടന്റ് വേണമല്ലോ, എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തേക്കാമെന്ന് ഓർത്തു. പക്ഷെ ചെറുതായിട്ട് ഫ്ലോപ്പായിപ്പോയി. ഈ ഇൻസ്റ്റയിലും നമ്മൾ യൂട്യൂബിലും കാണുന്ന രീതിയിൽ ഇങ്ങനെ ആയി വന്നില്ല. എവിടെയോ ഒരു തകരാറ് പോലെ. വലിയ മെച്ചമല്ലേ ഗൈസ്, കൊളായി പോയി. കഴിയുന്നത് വെള്ളത്തിലോട്ട് ശരിയാ അതല്ല മൊത്തം കൈ കാഞ്ഞിട്ട് സൂപ്പർ ഇൻവാടി അങ്ങനെ അപ്പം നമ്മളങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കിടന്നു. ക്ലേ ആർട്ട്, സ്ട്രോബെറി തീമിലുള്ളൊരു ക്ലേ ആർട്ടാണ് ചെയ്യണത്. അപ്പോൾ കുറേ നാൾ എടുക്കാണ്ട് വെച്ച് ക്ലേ നല്ലോണം ഹാർഡായിട്ടായിരിക്കണം, നല്ല പാടുപെട്ടു. ഒത്തിരി നേരത്തെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത്. കാരണം എന്ത് ചെയ്താൽ എന്തെങ്കിലാണെങ്കിൽ ടൂൾസും ഒന്നുമില്ലല്ലോ, പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല പാടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ ഉരുട്ടി പരത്തി ഇങ്ങനെ ആക്കിയെടുത്തേക്കണെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ ബോക്സ് പോലെ, ബോക്സ് പറയണേ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കണേ. കുറേ നേരത്തെ കഷ്ടപ്പാട്, പിന്നെ കറക്റ്റ് നമ്മളത്ര പ്രൊഫഷണൽ എന്നാത്തോണ്ട് അത്ര ക്ലാരിറ്റി അല്ല, അത്ര ഫിനിഷിംഗ് ഒന്നും ആയിട്ടില്ല. പറ്റണ പോലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അങ്ങനെ അങ്ങനെ നമ്മള് അതിന്റെ മൂടിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ട്രൈ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത നമ്മളൊരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാനാണ് നോക്കണേ.
എനിക്കിത് ഉണ്ടാക്കാനും വെച്ചൊന്നും വലിയ അറിയൊന്നുമില്ല, പക്ഷെ നമ്മള് അറിയാവുന്ന പോലെ ഉണ്ടാക്കി നോക്കുവാണ്. അപ്പൊ എന്റെ പാല് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇല്ലായിരുന്നു. ഉമ്മച്ചി രാവിലെ ഒന്ന് കത്തിച്ച് പാല് എടുത്തുകൊണ്ട് പോയി. അങ്ങനെ നമ്മള് ഉള്ള പാല് വെച്ച് തട്ടിക്കൂട്ടി ഒരു ഷേക്കും പിന്നെ കുറെ സ്ട്രോബെറിയുടെ ഐസ്ക്രീമും അതൊക്കെ ഇട്ടാണ് നമ്മള് ഈ ഷേക്ക് തട്ടിക്കൂട്ടി എടുത്തേക്കണത്. കാണാൻ നല്ല ക്യൂട്ടാണ്, നല്ല വൈറ്റ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ കളറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് എന്താവും എനിക്കറിയില്ല, അതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ തന്നെ എനിക്കത് മനസ്സിലായി സംഗതി ഫ്ലോപ്പായി പോയിന്ന്. അങ്ങനെ നമ്മള് ഫ്രിഡ്ജിലിട്ട് കയറ്റി വെച്ചു, കുറച്ച് വരുമ്പോൾ കൊടുക്കാന്ന് ഓർത്ത്. അങ്ങനെ നമ്മൾ ഡ്രൈ ആക്കാൻ വെച്ചിട്ട് ക്ലേ എടുത്തിട്ട് നമ്മൾ പെയിന്റ് ചെയ്യാനും ബാക്കി പരിപാടിയിലേക്ക് കിടന്നു. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ, കാരണം ഒരു 1 day എടുക്കും നമ്മുടെ ക്ലേ ചെയ്തത് ഡ്രൈ ആവാൻ. അപ്പൊ നെക്സ്റ്റ് ഡേ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ പിങ്ക് റെഡ് കോമ്പിനേഷൻ ഞാൻ എടുത്തില്ല, പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത്. എന്നിട്ട് സ്ട്രോബെറിക്ക് മാത്രം നമ്മള് റെഡ് കളർ കൊടുത്ത് അങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. അപ്പോ ഞാൻ ഇതുവരെ ക്ലേ ആർട്ട് ചെയ്തതിൽ എനിക്ക് കുറച്ചും കൂടെ സാറ്റിസ്ഫൈഡ് ആയത് ഇത് തന്നെയാട്ടോ. ബാക്കിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പെയിന്റിങ് കൊള്ളാവും, അല്ലെങ്കിൽ ചെയ്യണത് അത്ര സെറ്റപ്പ് ആവാറില്ലായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമായി. ലാസ്റ്റ് ആയപ്പോ നല്ല ക്യൂട്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. പെർഫെക്റ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.